ബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. SIR-മായി ബന്ധപ്പെട്ട ഒരു ഫോം പൂരിപ്പിക്കുന്നത് എങ്ങനെ എന്ന് വിശദമാക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ BLOമാർ വിതരണം ചെയ്തിരിക്കുന്ന BLO നൽകിയിരിക്കുന്ന ഫോമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഫോം പൂരിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒന്ന് 2002 വോട്ടർ പട്ടിക, മറ്റൊന്ന് ആ ആളുടെ വോട്ടർ ID കാർഡ്, അതുപോലെ ആധാർ നമ്പർ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എടുത്തു വെച്ചതിന് ശേഷമാണ് നമുക്ക് ഈ അപേക്ഷ പൂരിപ്പിക്കുന്നതിലേക്ക് കടക്കേണ്ടത്. ആദ്യം ചോദിച്ചിരിക്കുന്നത് ജനന തീയതി എന്നുള്ളതാണ്. ജനന തീയതി കൃത്യമായി പൂരിപ്പിക്കുക. അതിനുശേഷം ആധാർ നമ്പർ, ആധാർ കാർഡ് നോക്കിയിട്ട് ആധാറിലുള്ളതുപോലെ കൃത്യമായി ആധാർ നമ്പർ പൂരിപ്പിക്കുക. പിന്നീട് ചോദിക്കുന്ന പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് എന്നുള്ളതാണ്. അപ്പോൾ ആരുടെയെങ്കിലും ഒരാളുടെ പേര്, പിതാവിൻ്റെ ആണെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് ചേർക്കാം. ഇവിടെ ആരുടെ പേരാണോ എഴുതിയിരിക്കുന്നത് അവരുടെ ഇലക്ഷൻ ID കാർഡ് ലഭ്യമാണെങ്കിൽ അതിവിടെ ചേർക്കാം. അത് ലഭ്യമാണെങ്കിൽ ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് അതിനുശേഷമുള്ളത് ഈ ആളുടെ മാതാവിൻ്റെ പേരെന്താണ്, മാതാവിൻ്റെ പേരും അതിൻ്റെ എപ്പിക് നമ്പർ, ഇലക്ഷൻ ID കാർഡ് നമ്പർ ലഭ്യമാണെങ്കിൽ അവിടെ ചേർക്കാം. ഇനി പങ്കാളിയുടെ പേര്, അത് ബാധകമാണെങ്കിൽ, വിവാഹം കഴിക്കാത്ത ഒരാളെ സംബന്ധിച്ച് അത് ബാധകമാവില്ല, അതുകൊണ്ടാണ് ബാധകമെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ നമ്പർ ബാധകമാണെങ്കിൽ പേര് എഴുതുക. അവരുടെ ഇലക്ഷൻ ID കാർഡ് നമ്പർ ലഭ്യമാണെങ്കിൽ എപ്പിക് നമ്പർ എഴുതുക. ഇനി അതിന് ശേഷം കാണുന്ന 2 കോളങ്ങളുണ്ട്. ഈ 2 കോളങ്ങൾ SIR 2002 വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യം കാണുന്ന ഭാഗം ഈ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടയാളാണോ, ഈ പേരെഴുതുന്നയാൾ ഈ പട്ടികയിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് മുകൾ പൂരിപ്പിച്ചെങ്കിൽ ആ ആളാണ് ഇവിടെ എഴുതേണ്ടത്. ആ വോട്ടറുടെ പേര് കൃത്യമായിട്ട് ഇവിടെ നോക്കി എഴുതാം. അതുപോലെ അതിൻ്റെ എപ്പിക് നമ്പർ, ബന്ധുവിൻ്റെ പേര് അത് നമുക്കിവിടെ നോക്കിയാൽ കാണാം. വോട്ടറിൻ്റെ പേരും അതുപോലെ തന്നെ ഒരു ബന്ധുവിൻ്റെ പേരും കാണാം. അപ്പോൾ ഇത് തന്നെ കൃത്യമായി നോക്കി പേരും ബന്ധുവിൻ്റെ പേര്, അതുപോലെ അവരുടെ ബന്ധം എന്താണ്, തുടങ്ങിയ കാര്യങ്ങൾ ഈ വോട്ടർ പട്ടിക നോക്കി തന്നെ ഈ ഒരു ഭാഗത്ത് ബന്ധുവിൻ്റെ പേര് ഇവിടെ നോക്കി എഴുതുക. അതുപോലെ ബന്ധുവിൻ്റെ ബന്ധം അതും ഇത് നോക്കി എഴുതുക. അതിനുശേഷം ജില്ലാ, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് കൃത്യമായി നോക്കി എഴുതുക. താഴെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, അത് നമുക്ക് വോട്ടർ പട്ടികയിൽ ആദ്യം കാണുന്നതാണ് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ. പിന്നെ അതിനുശേഷം കാണുന്ന ഭാഗം നമ്പർ, തൊട്ടടുത്ത് തന്നെ കാണുന്നതാണ് ഭാഗം നമ്പർ. പിന്നെ മറ്റൊന്ന് ക്രമ നമ്പർ, അതും ഈ തൊട്ടടുത്ത് തന്നെ കാണാം. അപ്പോൾ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറും അതുപോലെ ക്രമ നമ്പർ, ഭാഗം നമ്പർ, ക്രമ നമ്പർ, ഇത് മൂന്നും ഈ ക്രമത്തിൽ തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് തന്നെ നോക്കി എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും കൊണ്ടാണ് 2002 വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാൾ അപേക്ഷ പൂരിപ്പിക്കേണ്ടത്. ഇനി 2002 വോട്ടർ പട്ടികയിൽ പേരില്ല, പക്ഷേ ആ ആളുടെ അച്ഛനോ അമ്മയോ മറ്റേതെങ്കിലും ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവർ പൂരിപ്പിക്കേണ്ടത് ഈ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ഭാഗം അവർ പൂരിപ്പിക്കേണ്ടതില്ല, കാരണം അവർ 2002 വോട്ടർ പട്ടികയിൽ അവരില്ല, പക്ഷേ അവരുടെ ബന്ധുക്കളാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ ഭാഗം പൂരിപ്പിക്കേണ്ട, അവർ പൂരിപ്പിക്കേണ്ടത് ഈ ഭാഗമാണ്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ല, പക്ഷേ അവരുടെ ബന്ധുക്കൾ പേരുണ്ടെങ്കിൽ പൂരിപ്പിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ പൂരിപ്പിക്കേണ്ടതും ഇതേപോലെ തന്നെ നമുക്ക് നോക്കി ആരാണോ ആ പേരുള്ളത്. ഇപ്പോൾ എൻ്റെ മാതാവിൻ്റെ പേരാണ് 2002 വോട്ടർ പട്ടികയിലുള്ളത്. ഇപ്പോൾ ഇവിടെ മറിയുമ്മ എന്ന് കാണാം. അപ്പോൾ ആ പേരാണുള്ളതെങ്കിൽ ആ പേര് ഇവിടെ എഴുതുക. ഇപ്പോൾ എൻ്റെ ഉമ്മയുടെ പേരാണ് 2002 വോട്ടർ പട്ടികയിലുള്ളത്. ഇപ്പോൾ മറിയുമ്മ എന്നുള്ള പേര് ഇവിടെ എഴുതുക. അതുപോലെ എപ്പിക് നമ്പർ ഇവിടെ ലഭ്യമാണെങ്കിൽ നമുക്കിവിടെ കാണാം. എപ്പിക് നമ്പർ ഇവിടെ ലഭ്യമാണെങ്കിൽ ആ നമ്പർ ഇവിടെ എഴുതാം. അപ്പോൾ 2002 വോട്ടർ പട്ടികയിൽ എൻ്റെ ഉമ്മയുടെ പേരുള്ളതുകൊണ്ട് ആ പേര് ഇവിടെ എഴുതി. അതുപോലെ അതിൻ്റെ എപ്പിക് നമ്പർ എഴുതി. ഈ ബന്ധുവിൻ്റെ പേര് അതും ഇവിടെ തന്നെ കൃത്യമായിട്ട് ഏതാണ് ബന്ധം, ഇപ്പോൾ ഉമ്മയുടെ പേര് ഇവിടെ, ബന്ധം ഇവിടെ എഴുതിയിട്ടുണ്ട്, ആ ബന്ധം ഇവിടെ എഴുതുക. അതുപോലെ ബന്ധുവിൻ്റെ പേരും അത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മറിയുമ്മ, ബന്ധുവിൻ്റെ പേര്, ബന്ധം ഭർത്താവ്, പിന്നെ ജില്ല ആലപ്പുഴ, സംസ്ഥാനത്തിൻ്റെ പേര്, പിന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, പിന്നെ ഈ പറഞ്ഞ നമ്പറും ഭാഗം നമ്പർ, ക്രമ നമ്പർ എന്നിവ ഇവിടെ കാണുന്ന അതേ ക്രമത്തിൽ തന്നെ കൃത്യമായിട്ട് എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത എന്നാൽ ബന്ധു പേരുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങളോട് ചേർക്കേണ്ടത്. അങ്ങനെ ഈ ഒരു അപേക്ഷ പൂരിപ്പിച്ചതിന് ശേഷം രണ്ടാമതൊരു അപേക്ഷയും കൂടി ഉണ്ട്. അതും കൂടെ പൂരിപ്പിച്ച് ഒരെണ്ണം BLOയ്ക്ക് കൈമാറുകയും ഒരെണ്ണം നമ്മളുടെ കയ്യിൽ വെക്കുകയും ചെയ്യണം. ദൂരെ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.